ഇതിനിടയിൽ ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യക്കാരായ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇന്നലെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചിരുന്നു. അവർ ഇന്ന് ഇന്ത്യയിലെത്തും എന്ന വിവരങ്ങൾ ലഭിക്കുന്നു. 9 മണിയോടെ അമൃത്സർ വിമാനത്താവളത്തിൽ ഈ വിമാനം അമേരിക്കൻ എയർഫോഴ്സിന്റെ വിമാനം ഇറങ്ങുമെന്ന് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കി. 205 പേരെയാണ് അമേരിക്കയിൽ നിന്ന് സൈനിക വിമാനത്തിൽ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. The Americans estimate there are 725,000 undocumented Indians who are eligible for deportation. And in the course of the last 4 years, they have arrested 170,000, almost 2 lakh Indians in their 2 borders with Canada and Mexico. All these people, they say, are there illegally. If they are citizens of India, we have an obligation to take them back. There is no debate about that. We have to take them back. അമേരിക്കയിൽ അനധികൃതമായി എത്തിയ 205 ഇന്ത്യൻ പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള US സൈനിക വിമാനം ഇന്നലെയാണ് പുറപ്പെട്ടത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3 മണിയോടെയാണ് ടെക്സസിലെ സാൻ ആന്റോണിയോയിൽ നിന്ന് യാത്ര തിരിച്ചത്. വിമാനം ഡൽഹിയിൽ ഇറക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ അത് പിന്നീട് അമൃത്സറിലേക്ക് മാറ്റി. സംഘത്തിൽ പഞ്ചാബിൽ നിന്നുള്ളവരാണ് കൂടുതൽ. ആളുകളെ നാടുകടത്താനുള്ള അമേരിക്കൻ തീരുമാനത്തിൽ പഞ്ചാബിന്റെ NRI കാര്യമന്ത്രി കുൽദീപ് സിംഗ് ധാലിവാൾ നിരാശ പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകിയവർക്ക് സ്ഥിരതാമസം അനുവദിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. നാടുകടത്തപ്പെട്ട ഇന്ത്യക്കാരെ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുമെന്ന് പഞ്ചാബിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. രാവിലെ അമൃത്സറിലിറങ്ങിയ ശേഷം യാത്രക്കാരെ വിശദമായി ചോദ്യം ചെയ്യും. വന്നവർ ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് വീണ്ടും ഉറപ്പിക്കും. നിയമവിരുദ്ധമായി US-ൽ പ്രവേശിച്ച സാഹചര്യവും അവരുടെ പശ്ചാത്തലവും പരിശോധിക്കും. അനധികൃത മനുഷ്യക്കടത്തിന് സൗകര്യമൊരുക്കിയവരെ സംബന്ധിച്ചുള്ള വിവരങ്ങളും ആരായും. തുടർന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.